എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് ഞങ്ങളുടെ പയ്യോളി റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ രാവിലെ തന്നെ റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. രാവിലെ എന്ന് പറയാനില്ല, 9:15 ട്രെയിനിന് കോഴിക്കോട് പോവാണ്. അതുപോലെ കസിൻസൊക്കെ ഉണ്ട്, എൻ്റെ ഉപ്പാൻ്റെ ഫാമിലിയിലുള്ള കസിൻസൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ ഒരു ഔട്ടിങ്, സ്കൂള് വെക്കേഷൻ ടൈമായിട്ട് എല്ലാവർക്കും ഒന്ന് പുറത്തു പോകാനൊക്കെ വലിയ ആഗ്രഹം. അങ്ങനെ എല്ലാവരും കൂടി ഒന്ന് കോഴിക്കോടൊക്കെ പോവാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പയ്യോളി റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ എന്തായാലും ഞങ്ങൾ കോഴിക്കോട് എത്തിയിട്ട് വിശേഷങ്ങളൊക്കെ എൻ്റെ കസിൻസിനെയൊക്കെ കാണിച്ചു തരാം. അതുപോലെ ബാക്കി വിശേഷങ്ങളൊക്കെ കോഴിക്കോട് എത്തിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഞങ്ങൾ നേരെ എത്തിയത് കോഴിക്കോട് ലുലു മാളിലാണ്. നല്ല വെയിലാണ്. ഏകദേശം 10-11 മണിയായി. പക്ഷേ നല്ല വെയിലുണ്ട്. ഒരുപാട് ആളുകൾ, ഭയങ്കര തിരക്കാണ്. ഈ ഉള്ളിലത്തെ വിശേഷങ്ങളൊക്കെ എന്താണെന്ന് ഉള്ളിൽ കയറിയിട്ട് കാണിച്ചു തരാം. എന്തൊക്കെയാണ് ലുലു മാളിൽ നമ്മുടെ സ്വന്തം MA യൂസഫ് അലി എന്തൊക്കെയാണ് ഒരുക്കിയതെന്നൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, കോഴിക്കോടിൻ്റെ മണ്ണിലേക്ക് ലുലു മാളിൻ്റെ ഈ ഒരു വരവ് മൊത്തം ജനങ്ങളെ ഏറ്റെടുത്തിരിക്കുകയാണ്. കാരണം ഇവിടുത്തെ ഒരു തിരക്ക് കണ്ടാൽ മനസ്സിലാവും. ഇപ്പോൾ രാവിലെ ഒരു 10-11 മണിയാകുമ്പോഴേക്ക് തന്നെ ഇവിടെ ഫുള്ളാണ്. പാർക്കിങ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാകുന്നില്ലേ, ഫുള്ളാണ് ആളുകൾ. ഞങ്ങൾ വരുമ്പോൾ തന്നെ ഒരുപാട് ആളുകൾ ഇവിടത്തേക്കായിട്ട് വരികയാണ്. ഇപ്പോൾ വെക്കേഷൻ ടൈമും കൂടി ആയതുകൊണ്ട് കുട്ടികളെയും അതുപോലെ ഫാമിലി ആയിട്ടൊക്കെ എല്ലാവരും വരികയാണ്. എൻ്റെ കസിൻസൊക്കെയാണ് മുന്നിൽ നടന്നു പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ ലുലുവിൻ്റെ എൻട്രൻസിലെത്തി. എനിക്ക് തോന്നുന്നു എറണാകുളത്തെ ലുലുവിനേക്കാൾ ഒരുപാട് തിരക്കുണ്ട് കോഴിക്കോട്. പിന്നെ നമ്മുടെ കോഴിക്കോടുകാരുടെ ഒരു സ്വഭാവം അനുസരിച്ച് നമ്മളെന്തിനേയും 2 കൈയും നീട്ടി സ്വീകരിക്കുന്ന ആളുകളാണല്ലോ. അപ്പോൾ ഞങ്ങൾ ലുലുവിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. ഉള്ളിൽ ഒരുപാട് ബ്രാൻഡഡ് ആയിട്ടുള്ള ജെൻസിൻ്റെ ഷോപ്പുകളാണ് തുടക്കത്തിൽ തന്നെ ഉള്ളത്. പിന്നെ നമ്മളിവിടെ ഇങ്ങനെ കയറി ഓരോ സെക്ഷനായിട്ട് ഇങ്ങനെ കാണുകയാണ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാനിങ്ങനെ പറയുന്നൊന്നുമില്ല. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് എല്ലാ വീഡിയോസും ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ ലുലു മാളിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. നമ്മളിവിടെ ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറിലാണുള്ളത്. ഇവിടെ എത്തിയിട്ടേ ഉള്ളൂ. പിന്നെ ഇതാ എൻ്റെ കസിൻസൊക്കെ ഇതാ അവിടെ എവിടെയായിട്ടൊക്കെ ഉണ്ട്. എന്തൊക്കെയാണെന്നൊക്കെ നമ്മളിവിടെ ജസ്റ്റ് എത്തിയിട്ടേ ഉള്ളൂ. എന്തൊക്കെ ഓരോ ഫ്ലോറിൽ എന്തൊക്കെയാണുള്ളത് എന്നൊക്കെ കാണിച്ചു തരാം. ഓക്കെ, സെക്ഷനിലുള്ളത് അവരൊക്കെ ഉണ്ട്. പിന്നെ എന്താ സജിനൊക്കെ ഡ്രസ്സൊക്കെ അവളൊക്കെ കാര്യമായിട്ടുള്ള പർച്ചേസിലാണുള്ളത്. എന്താവുന്നൊന്നും അറിയില്ല. സജിനൊക്കെ മാരകമായ പർച്ചേസിലല്ലോ. അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. കിഡ്സിൻ്റെ, നമ്മളിവിടെ കിഡ്സിൻ്റെ ഏരിയയിൽ മാത്രമേ എത്തിയിട്ടുള്ളൂ. കിഡ്സിൻ്റെ ഏരിയ തന്നെ മുഴുവനായിട്ട് കണ്ടിട്ടില്ല. അടിപൊളി നല്ല ക്വാളിറ്റിയുള്ള കിഡ്സിൻ്റെ ഡ്രസ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഏതെടുക്കണം, എങ്ങനെ എടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ്. എല്ലാം സൂപ്പറാണ്, കളക്ഷൻസൊക്കെ സൂപ്പറാണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് 3rd ഫ്ലോറിലാണ്. ഇവിടെ ഫുഡ് കോർട്ടിലാണുള്ളത്. ഫുഡ് കോർട്ടിൽ നല്ല തിരക്കാണ്. അതാ നിങ്ങൾ കാണുന്നില്ലേ ആൾക്കാരെ, അത്രയും തിരക്കാണ്. ഇതൊരു 12 മണി ടൈമിലുള്ളൊരു തിരക്കാണിത്. അപ്പോൾ രാത്രിയൊക്കെ ഫുള്ളാളാണ്. നമ്മൾ ഓരോരുത്തരുടെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമുക്കൊരു റിലാക്സ് ആയിട്ടൊക്കെ ഒരു പർച്ചേസൊക്കെ ചെയ്യണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു മാസമൊക്കെ കഴിഞ്ഞാലേ അതിന് കഴിയുള്ളൂ എന്ന്. കാരണം ഈ ഒരു തിരക്കിൻ്റെ ഇടയിൽ നമ്മൾ തന്നെ ഫുഡിന് ഓർഡർ ചെയ്തു, ചെയർ ടേബിളൊന്നും കിട്ടാതെ കുറേ നേരം ഇങ്ങനെ അതിന് വേണ്ടി ശ്രമിച്ച അവസാനം കിട്ടി. അപ്പോൾ നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ
അത് പോയിട്ട് എടുത്തു കഴിച്ചു. അപ്പോൾ അടിപൊളി ഷവർമ്മയാണ്, അത് പറയാതിരിക്കാൻ പറ്റൂല. അടിപൊളിയായിരുന്നു. അപ്പോൾ ലുലു മാളിൽ പോകുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളും ഇതുപോലെ വീഡിയോസൊക്കെ കണ്ട് റിവ്യൂ ഒക്കെ കണ്ടിട്ടാണ് അവിടെ നിന്ന് തന്നെ കഴിച്ചത്. സൂപ്പറായിരുന്നു കേട്ടോ. പർച്ചേസുകളൊക്കെ കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. കസിൻസൊക്കെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഏകദേശം 2 മണിയായി. എന്നാൽ പോലും ലുലു മാൾ മൊത്തം ഹൈപ്പർ മാർക്കറ്റും ലുലു കണക്ട് മറ്റ് ഷോപ്പുകളിലൊന്നും മുഴുവൻ കയറാൻ പറ്റിയിട്ടില്ല. ഇത്രയും വലിയ തിരക്കാണ്. എന്തായാലും നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. ഭയങ്കര തിരക്കാണ്. ഒരുപാട് വെക്കേഷൻ ടൈം ആയതുകൊണ്ടായിരിക്കും ഇഷ്ടം പോലെ ആളുകളുണ്ട്. ഫുൾ തിരക്കാണ്. ഹൈപ്പർ മാർക്കറ്റ് ഒന്നും വാങ്ങിക്കാൻ പറ്റിയിട്ടില്ല. ബില്ലിംഗ് സെക്ഷനിലൊക്കെ ഭയങ്കര തിരക്കാണ്. അപ്പോൾ തിരക്കൊക്കെ കുറഞ്ഞിട്ട് ഒരു ദിവസം ഫ്രീ ആയിട്ടൊക്കെ വന്നിട്ട് ഒക്കെ കാണാമെന്നൊക്കെ വിചാരിച്ച് നമ്മൾ പുറത്തുണ്ട്. ഓക്കെ, ഇതാ ലുലുവിലെ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാനും സജിനൊക്കെ പോവാണ്. ഇനി ഒന്ന് കോഴിക്കോട് ബീച്ചിലൊന്ന് കയറണം. അപ്പോൾ നല്ല വെയിലുണ്ട്. ഫുഡൊക്കെ കഴിച്ച് ഒന്ന് ബീച്ചിലൊക്കെ ഭയങ്കര തിരക്കാട്ടോ ലുലുവിൽ. ഇപ്പം ലുലുവിൽ വരാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് വരുന്നതായിരിക്കും നല്ലത്. കാരണം ഭയങ്കര തിരക്ക്. എനിക്ക് തോന്നുന്നു ഈ ഒരു മാസം ഈ ഒരു തിരക്ക് എന്തായാലും ഉണ്ടാവുന്നതാണ്.
എറണാകുളത്തേക്കാട്ടി നല്ല തിരക്കുണ്ട് ഇവിടെ. ഞങ്ങളിതാ ഫുഡ് കഴിക്കാനായിട്ട് അങ്ങനെ ബീച്ചിലുള്ള റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ ഫുഡ് കഴിച്ചു. നല്ല അടിപൊളി മന്തിയാണ് കഴിച്ചത്, സൂപ്പറായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ജസ്റ്റ് ബീച്ചിലേക്ക് പോയി. അങ്ങനെ ഇന്നത്തെ ഔട്ടിങ്ങൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇപ്പം നേരെ കോഴിക്കോട് ബീച്ചിൽ വന്നിരിക്കുകയാണ്. ബീച്ചിൽ ഭയങ്കര വെയിലാണ്. ഇവിടെ ഒരു കടലത്തൊരു കടൽമരത്തിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. കുറച്ചൊന്ന് വെയിലൊക്കെ ഒന്ന് കുറഞ്ഞൊന്ന് സൺസെറ്റൊക്കെ കണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോകണം. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം. ശരിക്കും എന്താ പറയുക വെച്ചാൽ ലുലു മാളിലുള്ള മുഴുവനൊന്നും എനിക്ക് ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. കാരണം അവിടെ ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ കുറേ സ്ഥലത്തൊക്കെ ഉള്ളിൽ ഫോണ് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഉള്ളിൽ പുറമെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേങ്കിൽ വീഡിയോ എടുക്കാനുള്ള കുറച്ച് ഭയങ്കര ആൾത്തിരക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്തായാലും ഞാൻ എടുത്ത വീഡിയോസൊക്കെ നിങ്ങൾ മുഴുവനായിട്ട് കാണണം. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയുമായി ഉടൻ തന്നെ വരാം. ബൈ ബൈ.